പ്രതാപ, ഫാമിലി ഇന്റർവ്യൂ അല്ലേ? അതെ ചേച്ചി. അപ്പോ ഞാൻ വരണ്ടേ? പിന്നെ ചേച്ചി കൂടി വരണം. ഇവരുടെ കൂടെ വന്നാ മതി. അത് വേണ്ട പ്രതാപ, ഞാൻ നേരിട്ടെത്തിക്കോളാം. ശരി, അങ്ങനെ ആവട്ടെ. അതെ, നിന്നെ നിങ്ങളെ പണ്ട് മുതലേ ഈ വിളിക്കാത്തടത്തൊക്കെ ഉണ്ണാൻ നടക്കുന്നവരാണല്ലോ. ആ കാര്യം ഋതു പറഞ്ഞത് 100% ശരിയാ. ഇവര് പണ്ട് മുതലേ കല്യാണ ഉണ്ണികളിൽ പെട്ടതാ. അച്ഛൻ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രതാപവർമ്മ സാറ് സൂര്യമംഗലത്ത് മഹാദേവവർമ്മ സാറിന്റെ പ്രിയ ശിഷ്യനായിട്ട് വന്നു. ദേ അവിടെയും അംബിക വിളിക്കാതെ ഉണ്ണാൻ വന്നു. കുടത്തിനകത്ത് ഗോമൂത്രം കൊണ്ടു നടന്ന് വിൽപ്പനയായിരുന്നല്ലോ. അതെ, ആദ്യകാലത്ത് ഗോമൂത്ര അംബിക എന്ന അറിയപ്പെട്ടിരുന്നത്. പാൽക്കാരി അംബിക പിൽക്കാലത്ത്. ചി, നിർത്തടി. നീയൊക്കെ നോക്കിക്കോ. ഞാനേ നാളെയും ആ വ്യാജ സിസ്റ്റർ പവിത്ര ഇറക്കും. മൂശേട്ട പിടിച്ച മുഖഭാവവുമായി നടന്ന പ്രതാപന്റെ മുഖത്തിപ്പോ കുറുക്കൻ കോഴിയെ കണ്ട മട്ടിലൊരു ചിരിയൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. ഉടനെ തന്നെ അച്ഛന്റെ കല്യാണ സദ്യ മൂക്കുണ്ണേണ്ടി വരും. നിർത്ത്. ബാക്കിയോട് കേക്കടി. അച്ഛനെയും അമ്മയും ഒരുമിപ്പിക്കാനായി അഹോരാത്രം കഷ്ടപ്പെട്ട മകൾക്കും മരുമകനും ഈ അമ്മായിയുടെ വക തൂശനിലയിൽ വിവാഹ സദ്യ. പപ്പടം, പഴം, പായസം, ശർക്കര വരട്ടി, ഉപ്പേരി, 16 തരം കറിയും കൂട്ടി ഒരു ഉഗ്രൻ സദ്യ. പവിത്ര പരിണയം. നിന്റെ തന്തയുടെ കല്യാണത്തിന് നിന്നെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. അല്ല, 3 പേരെയും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു. കല്യാണ ഉണ്ണികളായേ വരണേ. രാജു, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഇവര് ക്രൂരതയൊക്കെ ചെയ്യും, ഒട്ടും മടിക്കില്ല. അതിനു മുൻപ് ഇവരെ ബ്ലോക്ക് ചെയ്യണം. എങ്ങനെ? രാജു, സിസ്റ്റർ പവിത്രയായിട്ട് വേഷം മാറി വന്ന് അച്ഛനെ ചികിത്സിച്ചത് അമ്മ തന്നെയാണെന്ന് ഞാൻ അച്ഛനെ ബോധ്യപ്പെടുത്താൻ പോവാ. അതിന് തെളിവ് വേണ്ട ഋതു. തെളിവ് ഈ അംബികയുടെ കയ്യിൽ തന്നെ ഉണ്ട് രാജു. എന്ത് തെളിവ്? നമ്മൾ അച്ഛൻ തന്ന വിഷുക്കൈ നീട്ടവും വിഷുക്കോടിയും അമ്മയ്ക്ക് കൊടുക്കുന്ന ആ വീഡിയോ. പക്ഷേ അതെങ്ങനെ അവരുടെ ഫോണിൽ നിന്ന് എടുക്കും?